ഹായ്, ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവിന്റെ പുതിയൊരു മൂവി ഉണ്ടല്ലോ, എന്താണ് ഡൈസറ. സംഭവം കിഡിലൻ. കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ. നിങ്ങള് പ്രണവ് മോഹൻലാലിന്റെ ഒരു റിച്ച് കിഡ് ആറ്റിറ്റ്യൂഡിലുള്ള ഒരു മൂവി നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഇങ്ങനെ ഒരു ഒരു ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു മൂവിയാണിത്. അപ്പൊ അതിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവത്തിൽ ഉണ്ടാകുന്ന ഒരു കഥയാണിത്. ഇഞ്ച് ടു ഇഞ്ച് നിങ്ങൾ ഒരു സെക്കൻഡ് പോലും മൂവിയിൽ നിന്ന് മാറാൻ പറ്റാത്ത അത്ര രീതിയിൽ അത് പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. കാരണം നമ്മളുടെ ആകാംക്ഷ അത്രത്തോളം ആവും, ഭയം നല്ല പോലെ ഉണ്ടാവും. കാണുന്ന ഓരോരോ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും. പിന്നെ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കണം, ആ ഒരു സ്ഥലവും അതിലത്തെ ലൈറ്റിങ്ങും മാത്രം മതി നമ്മൾ സാധാരണ ഒരാൾ പേടിക്കാൻ. മനസ്സിലായില്ലേ? ഞാൻ പറയണത് നിങ്ങളെ വന്ന് കഴുത്ത് പിടിച്ച് കൊല്ലുന്നൊന്നല്ല, പക്ഷെ നന്നായി പേടിക്കും. അപ്പോൾ അത്രയും നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു മൂവി ഭൂതകാലം ഒരു വേറെ ജോണറായിരുന്നു, പക്ഷെ ഇത്രയും അങ്ങനെ എഫക്റ്റീവ് അല്ല. ഭൂതകാലം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പ്രണവ് മോഹൻലാൽ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. മാത്രമല്ല നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണവ് മോഹൻലാൽ ഇതുവരെ വന്നപ്പോ ഒരു കിഡോ റോളിലുള്ള മൂവീസ് ആണ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ സ്റ്റാൻഡിങ് ആണ്. എന്താ പറയാ, ഒരു ഭയങ്കര മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു കഥാപാത്രം. അത്രയും ഒരു തരത്തില് നമുക്ക് പ്രണവ് മോഹൻലാലിന്റെ ആക്ടിങ് കണ്ടു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റോള് ചെയ്തെന്ന് തോന്നില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് മൂവി അതേ ലെവലിലാണ് അതിന്റെ ഒരു ആംബിയൻസ്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു യൂത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ, പേടിയില്ലായ്മ, പിന്നെ എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വേണമെങ്കിൽ ഒരു 3-4 പേരോടൊക്കെ ഒരു റിവ്യൂ ചോദിക്കാം. എനിക്കറിയില്ല രാഗത്തിൽ വരുമെന്ന്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ പുറത്ത് വരുമ്പോ മിക്കവാറും നമ്മളുടെ തൃശ്ശൂരിൽ പഠിക്കുന്ന കുട്ടികളും ബോയ് ഫ്രണ്ട്സ് ഒക്കെയാണ്. അവരൊക്കെ ബോയ് ഫ്രണ്ട്സിന്റെ കൈയൊക്കെ പിടിച്ചിട്ട് ആകെ വാടി തളർന്നിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ ആ മൂവി നന്നായിട്ട് പലരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ മുന്നിലിരിക്കുന്ന ആൾക്ക് ഇത് കഴിയാറായോ എന്നൊരു പെൺകുട്ടി ചോദിക്കണേ കണ്ടു, ബോയ് ഫ്രണ്ട് എടുത്ത് കഴിയാറായോ എന്നൊക്കെ. എന്താ വെച്ചാൽ തല തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ചിലരൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹൊറർ മൂവീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ്. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ പല ഹൊറർ മൂവീസും മലയാളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരെണ്ണം കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും കാണാണ്. എനിക്കിതില് ആക്ട് ചെയ്ത് ഒന്ന് പ്രണവ് മോഹൻലാല്, പിന്നെ ഇതില് ഒരു വേറൊരു ആക്ടർ, ഒരു പയ്യനെ കാണിക്കുന്ന പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ തകർത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ക്രിയേഷൻ ഇനി ഉണ്ടാക്കിയെടുക്കണേ കുറച്ച് പാടാണ്. ആംബിയൻസ് സെറ്റ് ചെയ്തിട്ടുള്ള പുതിയൊരു ആക്ടറാണ് ഇതിന് കൂടെയുള്ളത്, അയാളുടെ പേര് എനിക്കറിയില്ല. പക്ഷെ ഈ ഡയറക്ടറും ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് ഇഞ്ച് ടു ഇഞ്ച് അയാളുടെ വിഷ്വലിലും മൈൻഡിലുള്ള ഒരാളാണ് ഡയറക്ടർ. അതുകൊണ്ടാണ് അത് അത്രയും ക്ലിയർ ആയിട്ട് ഇത് പോർട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. കാണുക തന്നെ വേണം. അത് ഒരു നഷ്ടമല്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയി മാറും. അപ്പൊ എന്തായാലും മൂവി ചെയ്ത ആളുകൾക്ക് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. തീർച്ചയായിട്ടും മൂവിയാണ്. ഓക്കെ.